നമസ്കാരം. 20th അവറാണ്. നിഗൂഢതകൾ 20-ാം മണിക്കൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡൽഹിയിൽ 3 പേർ ഒരു കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ദിവസങ്ങളായി. ആത്മഹത്യയാണ് എന്നായിരുന്നു പ്രാഥമികമായിട്ടുള്ള നിഗമനം. കാരണം പരിക്കുകളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം. പക്ഷേ അതൊരു കൊലപാതകമാണ് എന്ന് ബോധ്യപ്പെട്ടു. പിന്നിൽ ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായ ഒരു ബാബയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഒരിക്കൽ കൂടി. ഡൽഹിയിൽ 3 പേരെ കാറിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകം. വിഷം ചേർത്ത ലഡു നൽകി കൊന്നത് ബാബ എന്ന കമറുദ്ദീൻ. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെയാണ് അന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേർക്കും വിഷം കലർത്തിയ ലഡു നൽകിയായിരുന്നു ആ കൊലപാതകം. ബാബ എന്നറിയപ്പെടുന്ന കമറുദ്ദീനാണ് ഈ കൊലയ്ക്ക് പിന്നിലെന്ന് പോലീസ് വ്യക്തമാക്കി. അയാളെ അറസ്റ്റ് ചെയ്തു പോലീസ്. ഒരു സ്വയം പ്രഖ്യാപിത ആൾ ദൈവമാണ് ഈ കമറുദ്ദീൻ. വിഷം കലർത്തിയ ലഡു അത് നിർബന്ധിച്ച് നൽകുകയായിരുന്നു 3 പേർക്കും. ഞായറാഴ്ച വൈകുന്നേരം ഏതാണ്ട് 4 മണിയോട് കൂടിയാണ് പീരാഗഡി ഫ്ലൈ ഓവറിൽ നിർത്തിയിട്ട കാറിനുള്ളിൽ 3 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. ഡ്രൈവറുടെ സീറ്റിലുണ്ടായിരുന്നത് 76 വയസ്സുള്ള ഒരു പുരുഷൻ, മുൻ സീറ്റിൽ 47-കാരനായിട്ടുള്ള ഒരു വസ്തു ഇടപാടുകാരൻ, പിന്നിൽ 40 വയസ്സുള്ള ഒരു സ്ത്രീയും. രൺധീർ, ശിവ നരേഷ്, ലക്ഷ്മി ഇവരാണ് കൊല്ലപ്പെട്ട ആ 3 പേർ. സാമ്പത്തികമായി വലിയ നേട്ടം ഉണ്ടാക്കുന്നതിനായി ഒരു പൂജ നടത്താമെന്ന് വിശ്വസിപ്പിക്കുകയും അതിന്റെ പേരിൽ 3 പേർക്കും വിഷം കലർത്തിയ ലഡു നൽകുകയും ചെയ്യുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ആ കൊലപാതകത്തിന് ശേഷം അവർക്കൊപ്പമുണ്ടായിരുന്ന, അവരുടെ പക്കലുണ്ടായിരുന്ന പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിക്കുകയും ചെയ്തു. അതായിരുന്നു കമറുദ്ദീന്റെ പദ്ധതിയും ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. ഞാൻ വലിയ താന്ത്രിക വിദ്വാനാണ്, ദിവ്യശക്തിയുണ്ട് എന്നൊക്കെ അവകാശപ്പെട്ടാണ് ഈ ബാബ എന്ന് മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിച്ച് അല്ലെങ്കിൽ സ്വയം പറഞ്ഞ ഈ പണം 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ഒക്കെ ആക്കി നൽകുമെന്ന് മറ്റുള്ളവരെ, സാധാരണക്കാരെ വിശ്വസിപ്പിച്ച് പറ്റിച്ച് ജീവിച്ചിരുന്ന കമറുദ്ദീൻ. ചോദ്യം ചെയ്യലിൽ ആ കേസിന്റെ വിവരങ്ങൾ കമറുദ്ദീൻ കൂടുതൽ വെളിപ്പെടുത്തി. ലഡുവിൽ ചേർത്ത രാസവസ്തുക്കളിൽ ഉറക്ക ഗുളികകളും ഉൾപ്പെടുത്തിയിരുന്നതായി പോലീസിനോട് അയാൾ പറഞ്ഞു. ആദ്യം ഈ കമറുദ്ദീൻ പുരുഷന്മാരോട് അവരെ ധനികരാക്കുന്ന ചടങ്ങ് നടത്താൻ നീളമുള്ള മുടിയുള്ള ഒരു സ്ത്രീയെ ആവശ്യമുണ്ടെന്ന് പറയും. അങ്ങനെയാണ് 40-കാരിയായ ലക്ഷ്മി ദേവി, ആ മരിച്ച സ്ത്രീയുടെ പേര് അങ്ങനെയാണ്, ഈ പൂജയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. രൺധീർ, ശിവനരേഷ് സിംഗ് ഈ 2 പേരെയാണ് കമറുദ്ദീൻ തട്ടിപ്പിന് ഇരയാക്കിയത് പോലീസ് പറയും. जो टेक्निकल इनपुट है उसके हिसाब से ये इसमें पता चल रहा था कि कोई पैसों के लालच के कारण लोग इस बाबा के पास आते हैं और ये ऐसा कुछ बताता है कि अगर आप थोड़े पैसे लाएंगे तो धनवर्षा होगी, कुछ सर्कमस्टांसेस बताता है. तो ये लोग जो डिसीज्ड है, इनमें जो लेडी है वो करीब 3-4 महीने से इसके टच में थी और रिसेंट में काफ़ी बार इससे बात कर रही थी, आना जाना हो रहा था. इस दिन भी ये लोग पैसा लेके गए थे कि उसका वो मल्टीप्लाई हो जाएगा. उसके अकॉर्डिंग ये इनके साथ आ रहा था कि जहाँ पे भी धनवर्षा कराएंगे वहाँ पे ये बैठ के अपना जो भी करेगा. और वाइल रिटर्निंग इसने इनको जैसा कि कोई लड्डू में कुछ एक इंग्रेडिएंट्स मिला के दिए पॉइजनस, जिनको अभी असरटेन कर रहे हैं, और जिनके कारण फिर जैसे ही इसको ऐसा लगा कि अब मेरे को उतर जाना चाहिए तो इसने गाड़ी रुकवाई और ये उतर गया. വിഷം കലർത്തിയ ലഡു തയ്യാറാക്കിയാണ്
ഈ കൊല്ലപ്പെട്ടവർക്കൊപ്പം ഇയാൾ കാറിൽ സഞ്ചരിച്ചിരുന്നതെന്ന് ചോദ്യം ചെയ്യലിൽ കമറുദ്ദീൻ സമ്മതിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം മുൻകൂട്ടി ആസൂത്രണം നടത്തി നടപ്പാക്കിയതാണ് എന്നാണ് ഈ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഇപ്പോൾ സംസാരിച്ച സച്ചിൻ ശർമ്മ പറയുന്നത്. പോലീസ് അന്വേഷണത്തിൽ നാലാമതൊരാൾ കൂടി ആ വണ്ടിയിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയതാണ് നിർണായകമായതും ഈ ബാബയിലേക്ക് കാര്യങ്ങളെത്തിയത്. ഈ സംഭവം ഉൾപ്പെടെ 7 കൊലപാതക കേസുകളിൽ ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത് ഇപ്പോൾ നടന്നത് ഡൽഹിയിലാണ്. ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും സമാനമായിട്ടുള്ള കേസിൽ ഇയാൾ നേരത്തെ പിടിയിലായിട്ടുണ്ട് എന്ന് ഈ പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. इस पूरे घटनाक्रम में और इनके मोबाइल्स वगैरह चेक करके ये देखा कि काफ़ी लोग इसके टच में थे और कई लोगों से पूछताछ की गई, तो ये काफ़ी लोगों को इस टाइप का झांसा देने की कोशिश करता रहता है. और इसके जब प्रीवियस इन्वॉल्वमेंट चेक किए गए तो 2 बार एज ऑफ नाउ जो पता चला है, 2 बार, एक बार राजस्थान में और एक बार यूपी में ये बंद हो चुका है सिमिलर केसेस के अंदर. और बाकी इन्वेस्टिगेशन में और भी पता चल रहा है कि शायद कुछ केसेस में इसके अगेंस्ट एविडेंसेस नहीं थे, तो ये आगे बुक नहीं हो पाया. तो दैट्स वाई वी आर स्टिल वर्किंग ऑन द मैटर. ഈ മൃതശരീരത്തിൽ പരിക്കേറ്റ പാടുകളോ അത്തരത്തിൽ ഒരു ബലപ്രയോഗത്തിന്റെ യാതൊരു ലക്ഷണങ്ങളോ കാണാതിരുന്നതിനാൽ ആത്മഹത്യയാണ് എന്നായിരുന്നു ആദ്യം കരുതിയത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ബാബ അറസ്റ്റിലാവുന്നത്. ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് സ്വദേശിയാണ് ഈ ബാബ. അവിടെ ഒരു താന്ത്രിക് സെന്ററൊക്കെ ഇയാൾ നടത്തുന്നുണ്ട്. മരിച്ച 3 പേരുടെയും വിശ്വാസം അയാൾ നേടിയെടുത്തിരുന്നു. ഇയാൾ ഇവർക്കൊപ്പം കാറിൽ യാത്രയും ചെയ്യുമായിരുന്നു. നേരത്തെ പോലീസ് പറഞ്ഞ പോലെ ഏതാണ്ട് 3 മാസക്കാലമായി ആ സ്ത്രീയുമായി ഇവർ സംസാരിക്കുന്നതൊക്കെ ടെലിഫോൺ പരിശോധിച്ചപ്പോൾ വ്യക്തമായി. യാത്രക്കിടെ മദ്യവും ശീതളപാനീയവും ലഡുവും കഴിക്കാൻ 3 പേരെയും ഈ ബാബ നിർബന്ധിച്ചു. ആ ലഡുവിലായിരുന്നു വിഷം അടങ്ങിയിരുന്നത്. ആത്മഹത്യയാണെന്ന് ആദ്യ നിഗമനം അത് അവിശ്വസനീയമായിരുന്നു ഈ 3 പേരുടെയും കുടുംബാംഗങ്ങൾക്ക്. ആ കുടുംബാംഗങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു, ഇല്ല, ഇവർ ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെയാണ് പോലീസ് ഒരു കൊലപാതകത്തിന്റെ സാഹചര്യത്തിലേക്ക് കടക്കുന്നത്. हमने भी मीडिया के द्वारा पता लगता है, ये यही बता रहे हैं भाई ये तांत्रिक मिले हैं. पहले शुरुआत में तो पुलिस ने हमारे से भी यही बोला भाई आत्महत्या का वो लग रहा है. हमने तो ये पता था कि भाई ये आत्महत्या कर नहीं सकता हमारा भाई, क्योंकि वो हमको भी बहुत समझाया करता. वो तो बहुत बज्जर के साथ आदमी था ना, कच्चा नहीं था, वो पक्का आदमी था. ഈ ലഡു കഴിച്ചതിന് പിന്നാലെ 3 പേരും ബോധരഹിതരായി. ഇതോടുകൂടി വാഹനത്തിൽ നിന്ന് പണവും എടുത്ത് കമറുദ്ദീൻ കടന്നുകളയുകയാണ് അന്നുണ്ടായത്. ഇതാണല്ലോ ബുധനാഴ്ചയാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു കൂടുതൽ ക്രൈമുകൾ, കൂടുതൽ കൊലപാതകങ്ങളിൽ ഇയാൾക്ക് ബന്ധമുണ്ട് എന്നുള്ള പോലീസിന്റെ സംശയം, നിഗമനമൊക്കെയാണ് ഇനി കൂടുതൽ ചർച്ചയാകുന്നത്. ഈ പണം ഇരട്ടിപ്പിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരെ പറ്റിക്കുന്ന ഇത്തരം ബാബമാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ സൂക്ഷിക്കണം. ഭാര്യയെ ക്രൂരമായി കൊലപ്പെടുത്തി. ആ സംഭവം വീഡിയോയിൽ പകർത്തി പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. भाई मैं मर गया. പഞ്ചാബിലെ സംഗ്രൂർ ജില്ലയിൽ നിന്നുള്ള സംഭവത്തിലേക്കാണ് പോകുന്നത്. ഈ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ഒരാളുടെ മകനാണ് ഈ കൊലയാളി. അയാളുടെ പേര് കുൽദീപ് സിംഗ് എന്നാണ്. കുൽദീപ് സിംഗ് ആണ് ഈ കൊടും ക്രൂരത ചെയ്തത്. മരിച്ചത് ഭാര്യ ഹർകീർത്തൻ കൗർ. മർദ്ദിച്ച് കൊലപ്പെടുത്തി, അല്ല വെട്ടിക്കൊലപ്പെടുത്തി, രണ്ടും പറയാം. കാരണം അതിക്രൂരമായിരുന്നു മർദ്ദനമാദ്യം. ആ മർദ്ദനത്തിൽ വീട്ടിലെ കിടപ്പുമുറിയിൽ ബോധരഹിതയായി അവൾ വീണു. ഹർകീർത്തൻ കൗറിനെ ആ കിടപ്പുമുറിയിൽ ബോധരഹിതയായി വീഴ്ത്തിയ ശേഷം
എല്ലാം ഇയാൾ വീഡിയോയിൽ ചിത്രീകരിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷമാണ് ആ കൊടും ക്രൂരത. ഒരു കോടാലി പോലൊരു വസ്തു കൊണ്ട് ആവർത്തിച്ച് അവളുടെ ഭാര്യയുടെ കഴുത്തിൽ വെട്ടി ക്രൂര കൊലപാതകം. വീഡിയോയുടെ തുടക്കത്തിൽ ആ പെൺകുട്ടി ശ്വസിക്കുന്നതൊക്കെ നമുക്ക് കേൾക്കാം. പിന്നീട് കോടാലി എന്ന് തോന്നിപ്പിക്കുന്ന ആയുധം ഉപയോഗിച്ച് കഴുത്തിൽ ആഞ്ഞ് വെട്ടിയാണ് കൊന്നുകളയുന്നത്. അവർ നിശ്ചലയായതിനു ശേഷം ഞാൻ അവളെ കൊന്നു എന്ന് ഒരു പഞ്ചാബി സ്ലാങ്ങിൽ അയാൾ ആ വീഡിയോയിൽ പറയുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. ഈ വീഡിയോ ആണ് ഇയാൾ പിന്നീട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നത്. ਭਈ ਇਹ ਵੱਡੀ ਬਈ ਮੈਂ ਮਾਰੀ ਆ ਯਾਰ ਗੜਾਸਾ ਪਿਆ ਗੜਾਸਾ ਪਿਆ ਯਾਰ ਵੱਡੀ ਪਈ ਹੈ ഞാൻ കൊന്നുകളഞ്ഞു എന്നാണ് അയാൾ ഇപ്പോൾ ആ പഞ്ചാബിയിൽ പറഞ്ഞത്. ഈ സംഭവത്തിന് ശേഷം അയാൾ പോലീസ് സ്റ്റേഷനിലേക്കാണ് നേരെ പോയത്. അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞു, കീഴടങ്ങുകയും ചെയ്തു. എന്താണ് ഈ കൊലപാതകത്തിന് കാരണം? അത് കണ്ടെത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസുകാർ പറയുന്നത്. പോലീസിന്റെയും ഈ ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രാഥമിക നിഗമനം ഈ കൊലപാതകത്തിന് കാരണം സംശയരോഗമാണെന്നാണ്. പോലീസ് കുൽദീപ് സിംഗിനെ കസ്റ്റഡിയിലെടുത്തു. പിന്നാലെ ഇരയുടെ മൃതദേഹം പിടിച്ചെടുക്കുകയും ചെയ്തു. ഹർകീർത്തൻ കൗർ 3 കുട്ടികളുടെ അമ്മയാണ്. 10 വയസ്സും 8 വയസ്സുമുള്ള 2 പെൺമക്കളുടെയും 6 വയസ്സുള്ള ഒരു മകന്റെയും അമ്മ. ആ കുടുംബത്തിന്റെ സങ്കടം അത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ਨਾ ਮੰਗ ਜੀ ਕੋਈ ਨਹੀਂ ਕਰਦੀ, ਮੇਰਾ ਤਾਂ ਪੁੱਤ ਦਾ ਘਰ ਜੰਨਾ ਤੇ ਚੜ ਗਿਆ। ਹਾਏ ਮੁੰਡੇ ਨੇ ਇਹਨਾਂ ਕਦੇ ਕੁੱਤੇ ਤੇ ਡੰਡਾ ਵੀ ਨਹੀਂ ਮਾਰਿਆ ਦੀ। ਹਾਏ ਨਾ ਨਰਮ ਦੀ ਮੇਰਾ ਪੁੱਤ ਜਿਹੜਾ ਘਰ ਜਾੜਦਾ। ਇਹਨਾਂ ਨੇ ਅੱਜ ਮੰਮੀ ਵੀ ਮੁੱਕ ਗਈ, ਡੈਡੀ ਵੀ ਮੁੱਕ ਗਿਆ, ਬੱਚਿਆਂ ਦਾ ਕੌਣ ਪਾਲੂਗਾ? ਹਾਏ ਹਾਏ ഈ പ്രതി ഭാര്യയായിട്ടുള്ള ഹർകീർത്തൻ കൗറിനെ നിരന്തരം ഉപദ്രവിക്കാറുണ്ട് എന്നാണ് പോലീസ് നൽകുന്നത് സൂചന. അത് മാത്രമല്ല, ഈ ഉപദ്രവിക്കുന്നത് ഇപ്പോൾ കൊലപാതകം നടത്തുന്ന വീഡിയോ എടുത്തു എന്ന് നമ്മൾ കണ്ടല്ലോ, അതുപോലെ തന്നെ ഈ ഉപദ്രവിക്കുന്ന വീഡിയോയും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടുത്തെ ലഹരഗാഗ ടൗൺ DYSP രൺവീർ സിംഗ് പറയുന്നത്. ഇയാൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോകൾ ശാസ്ത്രീയ പരിശോധനകൾക്കായി സൈബർ വിഭാഗത്തിന് എന്താണെങ്കിലും പോലീസ് കൈമാറിയിരിക്കുകയാണ്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടെ കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ലഭ്യമാകും എന്നാണ് ആ പോലീസ് സംഘം പ്രതീക്ഷിക്കുന്നത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റി പിന്നീട് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. ਬਈ ਮੈਂ ਮਾਰੀ ਆ കാനഡയിലെ സ്കൂളിൽ വെടിവയ്പ്. അക്രമിയായ സ്ത്രീ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് 10 പേർ. ബ്രിട്ടീഷ് കൊളംബിയ പ്രവിശ്യയിലുള്ള ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലായിരുന്നു ആ വെടിവെപ്പ്. ഒരു സ്ത്രീയാണ് അക്രമിയായി എത്തിയത്. ആ സ്ത്രീ ഉൾപ്പെടെ 10 പേരാണ് ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടത്. അതിൻ്റെ ഒരു നടുക്കം വിട്ടുമാറിയിട്ടില്ല ആ ഇടത്തുള്ളവർക്ക്. റോയൽ കാനഡ മൗണ്ടഡ് പോലീസാണ് സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് അറിയിച്ചത്, പുറം ലോകത്തെ അറിയിച്ചത്. ടംബ്ലർ റിഡ്ജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അതിക്രമിച്ച് കയറുകയായിരുന്നു ഈ അക്രമി. എന്നിട്ട് വെടിവെക്കുന്നു. 7 പേരാണ് ആ വെടിവെപ്പിൽ തൽക്ഷണം മരിക്കുന്നത്. ഈ തോക്കുധാരിയുടെ അക്രമത്തിൽ സ്കൂൾ പരിസരം നിമിഷ നേരം കൊണ്ട് ഒരു യുദ്ധം നടന്ന സ്ഥലം പോലെയായി മാറി. സ്കൂളിലെ ആ അതിക്രമത്തിന് പിന്നാലെ
ഈ സമീപത്തുള്ള മറ്റൊരു താമസ സ്ഥലത്ത് നിന്ന് 2 പേരുടെ മൃതദേഹങ്ങൾ കൂടി പോലീസ് കണ്ടെടുത്തു. അതായത് സ്കൂളിൽ ഈ വെടിവെപ്പ് നടക്കുന്നതിന് മുമ്പേ തന്നെ നടന്ന കൊലപാതകമായി തന്നെ ചേർത്ത് വെക്കുന്നു പോലീസ് സംഘം. ഇതോടെ ആകെ മരണസംഖ്യ 9. സ്കൂളിൽ 7 പേര്, അടുത്തുള്ള വീട്ടിൽ 2 പേര്. സംഭവത്തിൽ 20-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഈ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിലേക്ക് വളരെ പെട്ടെന്ന് മാറ്റി. അതീവ ഗുരുതരാവസ്ഥയിലുള്ളവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കൂടുതൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിസാര പരിക്കേറ്റവരെ പ്രദേശത്ത് തന്നെയുള്ള മെഡിക്കൽ സെന്ററിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സ്കൂളിനുള്ളിൽ കുടുങ്ങിപ്പോയ മറ്റു കുട്ടികളെയും അധ്യാപകരെയും സുരക്ഷിതമായി പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞുവെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും ആശ്വാസകരം. അക്രമി എന്ന് സംശയിക്കുന്ന ആ വ്യക്തിയെ സ്കൂളിനുള്ളിൽ തന്നെ മരിച്ച നിലയിൽ പോലീസ് കണ്ടെത്തി. ഇയാൾ അല്ലെങ്കിൽ ആ സ്ത്രീ സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തിനാണ് ആ വെടിവെപ്പ് എന്നുള്ളത് ഇപ്പോഴും അതെന്തുകൊണ്ടാണ് എന്ന് യാതൊരു ധാരണയുമില്ലാതെ തന്നെ നിൽക്കുകയാണ്. പ്രദേശത്തെ വിദ്യാലയങ്ങൾ ഉടൻ തന്നെ അടച്ചുപൂട്ടിയ പോലീസ് ആ മേഖലയിൽ ഒരു വലിയ സുരക്ഷ ഒരുക്കുകയും ചെയ്തു. അതാണ് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമാക്കിയത്. This is a devastating and unimaginable tragedy. We can't imagine what the community is going through. Right now, information is very limited as police do their work, and the RCMP has asked for patience as they work through methodically to ensure that they are supporting families and getting to the bottom of what happened today. ഒരു സ്കൂളിൽ രാവിലെ പഠിക്കാനെത്തിയ വിദ്യാർത്ഥികൾക്ക് മുന്നിലേക്ക് തോക്കുമായി എത്തുന്ന ഒരു അക്രമി. പകച്ചുപോയി കാണും ആ കുട്ടികൾ. അതിൽ 7 പേരുടെ ജീവനാണ് എടുത്തത്. ഇതാണെങ്കിലും കാനഡയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദാരുണമായിട്ടുള്ള വെടിവെപ്പുകളിൽ ഒന്നാണ് ഇതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ ആക്രമണത്തിൻ്റെ യഥാർത്ഥ കാരണം പോലീസ് അത് പുറത്തുവിട്ടിട്ടില്ല. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തന്നെ നിൽക്കുകയാണ്. ഈ വെടിവെപ്പിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രദേശത്തൊരു സംഘർഷാവസ്ഥയുടെ സാഹചര്യമൊക്കെയുണ്ട്. ആ പ്രവിശ്യയിൽ വലിയ ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം വലിയൊരു വെടിവെപ്പ് നടന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ് സംഘം. എന്നാൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 2400 പേർ ഉള്ളതാണ് ആ ടംബ്ലർ റിഡ്ജ് പട്ടണം. അവിടെയാണ് ഈ ടംബ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. 7ാം ക്ലാസ് മുതൽ 12ാമത്തെ ഗ്രേഡ് വരെയാണ് ഇവിടെ കുട്ടികൾ പഠിക്കുന്നത്. ആ സ്കൂളിൽ നിലവിൽ 175 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം. എന്താണെങ്കിലും 7 പേർക്ക് ജീവൻ നഷ്ടമായി. ആകെ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം അത് 9. അക്രമി ഉൾപ്പെടെ 10 പേർ. വയനാട് മാനന്തവാടിയിൽ വീട്ടുമുറ്റത്ത് നിന്ന ഒരു 4 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ടാകും. ആ പ്രതിയെ പിടികൂടി. പ്രതി പിടിയിലായി. എന്താണ് ആ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണമെന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം, ആ പ്രതിയുടെ ദൃശ്യങ്ങളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. വയനാട് മാനന്തവാടി പുലിക്കോട് ഭാഗത്ത് നിന്നും 4 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതി പിടിയിലായി. പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുശ്ശേരിക്കടവ് ചപ്പാളി ജിഹാസിനെ. ആ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ 4 വയസ്സുകാരി. അപ്പോഴാണ് തട്ടിക്കൊണ്ടുപോയ സംഭവം. അത് നടന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ്. ശനിയാഴ്ച രാത്രി 7:45 7:50 ആയപ്പോൾ ദ്വാരക പുലിക്കോട് വട്ടപ്പാറ ബിജുവിൻ്റെ മകൾ ജിയാന എന്ന കുട്ടിയാണ് സ്കൂട്ടറിലെത്തിയ ഈ പ്രതി ജിഹാസ് തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് ഏതാണ്ട് 12 കിലോമീറ്റർ അകലെ തരുവണ പാലിയണയിൽ റോഡരികിൽ ഉപേക്ഷിക്കുകയും ചെയ്തു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ തെരച്ചിലിന് ഒടുവിൽ
ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി. അതിനുശേഷമാണ് ഈ 7 കിലോമീറ്റർ അകലെ വെച്ച് കുട്ടിയെ കണ്ടെത്തുന്നത്. പടിഞ്ഞാറത്തറ പുതുശ്ശേരിക്കടവ് ചപ്പാളി ജിഹാസ് എന്ന 25-കാരനാണ് ഇയാളെയാണ് മാനന്തവാടി ഡിവൈഎസ്പി VK വിശ്വംഭറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. CCTV ദൃശ്യങ്ങളിൽ കുട്ടിയെ ഇയാൾ ഒരു സ്കൂട്ടറിൽ ഇരുത്തി, ഇയാളെന്നല്ല ഒരാൾ കൊണ്ടുപോകുന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു. ആരാണ് എന്ന് കണ്ടെത്തുക മാത്രമായിരുന്നു പോലീസിനുള്ള ദൗത്യം. ഇതാണ് CCTV ദൃശ്യങ്ങൾ. സ്കൂട്ടറിൽ ഹെൽമെറ്റ് പോലും വെക്കാതെ മുഖമൊക്കെ കാണാവുന്ന രീതിയിൽ ആ കുഞ്ഞിനെ ഫ്രണ്ടിലിരുത്തി തന്നെയാണ് അയാളുടെ പോക്ക്. എന്താണെങ്കിലും രാത്രിയായിരുന്നു, 7:40 ശേഷം ആയതുകൊണ്ട് തന്നെ അത്ര വെളിച്ചമില്ല, മുഖം കാണാനുള്ള ഒരു അവ്യക്തതയുണ്ടായിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ചൊവ്വാഴ്ച രാത്രിയോടുകൂടി കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു എന്നാണ് ജില്ലാ പോലീസ് മേധാവി അരുൺ കെ പവിത്രൻ പറഞ്ഞത്. എന്തായാലും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 18 പേരടങ്ങുന്ന ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും CCTVകൾക്ക് കേന്ദ്രീകരിച്ചും മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും ഒക്കെയാണ് അന്വേഷണം നടത്തിയത്. വാഹനം തിരിച്ചറിഞ്ഞതോടുകൂടി പ്രതിയെ വളരെ വേഗത്തിൽ വലയിലാക്കി. 4 വയസ്സുള്ള ഒരു കുട്ടി മിസ്സായ ഒരു ഇൻഫർമേഷൻ അത് മാനന്തവാടി പോലീസ് സ്റ്റേഷൻ ലഭിച്ചിട്ടുള്ളതായിരുന്നു. ആ ഒരു ഇൻഫർമേഷൻ ലഭിച്ച സമയത്ത് തന്നെ നമ്മുടെ മാനന്തവാടി സ്റ്റേഷൻ എന്നുള്ള ടീം ആ വീട്ടിലെത്തുകയും ആ ഭാഗങ്ങളിൽ നാട്ടുകാരും എല്ലാവരും ചേർന്നുള്ള ഒരു തെരച്ചിൽ നടത്തിയിട്ടുള്ളതാണ്. ആ ഒരു സമയത്ത് തന്നെ ആ ഭാഗത്തുള്ള CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ ഒരു സ്കൂട്ടർ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ ഓഫീസേഴ്സ് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ ആ ഒരു ചെറിയൊരു കളറും അതിൻ്റെ ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്തു. ആ രീതിയിൽ വാഹനം ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, പ്രതിയെ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ അതിനുശേഷം ആ പ്രതിയെക്കുറിച്ചുള്ള വിവരം ഇന്നലെ രാത്രിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. പിന്നെ പ്രതിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്ന സമയത്ത് അയാളുടെ കോഴിക്കോട് ഭാഗത്ത് ഉള്ളതായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. നമ്മുടെ ടീം ഇവിടുന്ന് പോയി, അതുപോലെ തന്നെ കോഴിക്കോട് ക്രൈം സ്ക്വാഡിൽ ഞാൻ വിവരം അറിയിച്ചു. അവരും ആ സമയം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിയെ അപ്രഹെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ബംഗളൂരുവിൽ പച്ചക്കറിക്കടയിൽ ജോലി ചെയ്യുന്ന ഇയാൾ ഈ സാമ്പത്തിക പ്രയാസത്തെ തുടർന്ന് മോഷണം നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം. വെള്ളമുണ്ട പടിഞ്ഞാറത്ത സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിനും ഉപയോഗിച്ചതിനും കേസ് നിലവിലുണ്ടെന്നും പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. അവർ വീണ്ടും നാളെ 20-ാം മണിക്കൂർ. നമസ്കാരം. ഭാരതീയ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.